എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗോദ്രേജ് ഇൻവെർട്ടർ AC-യുടെ ഇൻഡോർ യൂണിറ്റിൽ ഫാൻ മോട്ടോർ വർക്ക് ചെയ്യുന്നില്ല എന്നും പറഞ്ഞൊരു കംപ്ലൈൻ്റ് ആയിട്ടാണ് ഈ ഒരു PCB വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് E4 എററാണ് ഇതിനകത്ത് ഷോ ആവുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഇൻഡോർ യൂണിറ്റ് ഫാൻ മോട്ടോർ വർക്ക് ചെയ്യാത്തതെന്നും അത് എങ്ങനെ റിപ്പയർ ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇൻഡോർ ഫാൻ മോട്ടോർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വരുന്ന ഫാൻ മോട്ടോർ എന്ന് പറയുന്നത് DC ഫാൻ മോട്ടറാണ്. DC ഫാൻ മോട്ടറാണ് എൻ്റെ കണക്ഷൻ. അതിൻ്റെ കണക്ഷനൊക്കെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡിസ്പ്ലേ സെൻസർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്തിട്ട് ആ എറർ ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ പവർ കൊടുക്കുകയാണ്. പവർ കൊടുത്ത് ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ പവർ ഓൺ ആയിട്ടുണ്ട്. ഇത് 24 കിടക്കുകയാണ്. PCB ഓണായി ഒരു 2 സെക്കൻഡിനുള്ളിൽ 2-3 സെക്കൻഡിനുള്ളിൽ നമ്മുടെ ഫാൻ മോട്ടർ കറങ്ങണം. പക്ഷേ ഇതിപ്പോഴും കറങ്ങുന്നില്ല. ഓക്കെ, നമുക്ക് ആ എറർ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് ആ എറർ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ കംപ്ലൈൻറ്റ്. E4 എന്ന് പറയുന്നത് ഈ ബ്ലോവർ മോട്ടർ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ഓഫ് ചെയ്യാം. മെയിൻ പവർ സപ്ലൈ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പവർ ഓൺ ആയതിനു ശേഷം ഈ ഔട്ട്പുട്ട്, ഈ നമ്മുടെ മോട്ടറിൽ പോകുന്ന വയറുകളുടെ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഏതൊക്കെ വോൾട്ടേജാണ് വരേണ്ടതെന്ന് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 5 വയറുണ്ടാവും. ഈ 5 വയറിൽ റെഡ്, ബ്ലാക്ക്, വൈറ്റ്, യെല്ലോ, ബ്ലൂ. അപ്പോൾ ഈ 5 വയർ എന്ന് പറയുന്നത്, റെഡ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ പോസിറ്റീവ് ലൈനാണ്. 320 വോൾട്ടിൻ്റെ മെയിൻ പോസിറ്റീവ് ലൈനാണ് വയർ കൂടെ പോകുന്നത്. അതായത് 320 വോൾട്ട് ഈ ഒരു ലൈനിൽ വരണം. അടുത്ത ബ്ലാക്ക് എന്ന് പറയുന്നത് ഗ്രൗണ്ടാണ്. ഈ വൈറ്റ് എന്ന് പറയുന്നത് ആ മോട്ടറിൻ്റെ അകത്തുള്ള ബോർഡ് വർക്ക് ചെയ്യാൻ 15 വോൾട്ട് വേണം. ഈ 15 വോൾട്ട് പോകുന്നത് ഈ വൈറ്റ് വയർ കൂടെയാണ്. യെല്ലോ കളർ എന്ന് പറയുന്നത് അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനും അത് എനബിൾ ആക്കാനും അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനും ഉള്ള വോൾട്ടേജാണ് ഈ ഒരു യെല്ലോ കളറിലോട്ട് പോകുന്നത്. ഇനി ആ മോട്ടർ വർക്ക് ചെയ്ത് അത് കറക്റ്റായിട്ട് റണ്ണിങ് ചെയ്യുന്നുണ്ടെന്നും അത് ഈ ഒരു പ്രോസസ്സറിന് മനസ്സിലാകുന്ന രീതിയിൽ അതിൻ്റെ ഫീഡ്ബാക്ക് വിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലൂ കളർ വയർ വരുന്നത്. ഇതിൽ 320 വോൾട്ട് വരണം. ഇതിൽ ഈ വൈറ്റിൽ 15 വോൾട്ട് വരണം. യെല്ലോയിനകത്ത് നമുക്ക് 4 വോൾട്ടിന് മുതൽ 7 വോൾട്ടിനകത്ത് ഇതിനകത്ത് സപ്ലൈ വരണം. ഇതിനകത്ത് 14 വോൾട്ട്, അതിനനുസരിച്ചിട്ടുള്ള ഈ ഫീഡ്ബാക്കിനനുസരിച്ചിട്ടുള്ള വോൾട്ടേജ്, കൃത്യമായിട്ടുള്ള വോൾട്ടേജ് അല്ല ഇതിനകത്ത് വരുന്നത്. അതിന് വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളും കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്യണം. ഞാൻ പവർ കൊടുത്തു. ഇപ്പോൾ പവർ ഓൺ ആയിട്ടുണ്ട്. 24-ലാണ് കിടക്കുന്നത്. ഓക്കെ, എന്നിട്ട് 1 ബൈ 1 ആയിട്ട് ഓരോന്ന് ചെക്ക് ചെയ്ത് പോവാം. ആദ്യം നമുക്ക് ഈ ബ്ലാക്ക് പ്രോബ് ഗ്രൗണ്ടിൽ വയ്ക്കുക. എന്നിട്ട് ഇവിടെ റെഡ് പ്രോബിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് 327 വോൾട്ട് കറക്റ്റാണ്. 327 വോൾട്ട് വരുന്നുണ്ട്. അത് ഓക്കെ. ഇനി ഈ വൈറ്റ് വയറിൽ 14.25 അതും കറക്റ്റാണ്. 14 വോൾട്ട് ഒന്നാം മതിയാവും. ഇവിടുത്തെ എനബിൾ എന്ന് പറയുന്നത് വോൾട്ടേജ് ഒന്നും തന്നെ ഇല്ല. നമുക്കിവിടെ 4 വോൾട്ടിന് മുകളിലോട്ട് വരണം. ഫീഡ്ബാക്ക് ഇത് ഓണായി കഴിഞ്ഞാൽ മാത്രമേ ഫീഡ്ബാക്ക് വരത്തുള്ളൂ. അപ്പോൾ ഫീഡ്ബാക്കും ഇല്ല. അപ്പോൾ സ്പീഡ് കൺട്രോളും ഫീഡ്ബാക്കുമാണ് നമുക്കിവിടെ ചെക്ക് ചെയ്യാനുള്ളത്. അല്ല, നമുക്കിപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ എനബിളും സ്പീഡ് കൺട്രോളും ലൈനാണ് ചെക്ക് ചെയ്യാനുള്ളത്. ഇവിടെ വോൾട്ടേജ് എന്തുകൊണ്ട് വരുന്നില്ല? പക്ഷേ ഇവിടെ എനബിൾ 14 വോൾട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു IC 14 വോൾട്ട് 15 വോൾട്ട് എനബിൾ ചെയ്യുന്നത് കൊണ്ടിട്ടാണ്. അപ്പോൾ ആ ഒരു സർക്യൂട്ട് ഓക്കെയാണ്. ഇനി ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ സ്പീഡ് കൺട്രോളിന് നമുക്ക് വേണ്ടിയിട്ട് ഈ കോൾഡ് സൈഡും ഹോട്ട് സൈഡും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒപ്റ്റോ കപ്ലർ ഉണ്ടാവും. ഈ ഒപ്റ്റോ കപ്ലറിൻ്റെ 2 സൈഡും എത്ര വോൾട്ടേജ് വരുന്നുണ്ടോ നോക്കാം. ഒരു സൈഡിൽ, അതായത് എനബിൾ ചെയ്യുന്ന സൈഡ് നമുക്കൊരു 1 വോൾട്ടിനകത്ത് 1.5-നകത്ത് വോൾട്ടേജ് നിൽക്കണം. ഓക്കെ, നമുക്കിപ്പോൾ 1.1 വോൾട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് പ്രോസസ്സർ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള സിഗ്നൽ കൊടുക്കുന്നുണ്ട്. ഔട്ട്പുട്ടിൽ വോൾട്ടേജ് ഉണ്ട്. അതായത് ഈ ഒരു ഒപ്റ്റോ കപ്ലർ
കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ആ ഒരു വോൾട്ടേജ് വരുന്നുണ്ട്. ഇനി പോകുന്നത് ഈ ഒരു സൈഡിലാണ്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒപ്റ്റോ കപ്ലറിൻ്റെ മൂന്നാമത്തെ ലെഗിൽ നിന്ന് ഒരു റെസിസ്റ്റൻസ് ഇട്ട് ഇവിടെ വരും. അത് ഞാൻ പേപ്പറിൽ വരച്ച് നമുക്ക് നോക്കാം, എങ്കിലേ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ ആ ഒരു എനേബിൾ സർക്യൂട്ട് എങ്ങനെയാണെന്ന് നോക്കാം. എനേബിൾ സർക്യൂട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒപ്റ്റോ കപ്ലർ. ഓക്കെ, ഇത് നമുക്ക് ഒരു 817ൻ്റെ ഒപ്റ്റോ കപ്ലർ ഇടാം. ഇത് ഒന്നാമത്തെ പിന്ന്, രണ്ടാമത്തെ പിന്ന്, 3, 4. ഈ ഒന്നാമത്തെ പിന്നിൻ്റെ അവിടെ 5 വോൾട്ട് വരും. ഇവിടെ എനേബിൾ സിഗ്നൽ, ഇവിടെ വന്നിട്ട് PWM സിഗ്നൽ എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് നമ്മുടെ മൈക്രോ പ്രോസസ്സറിൽ നിന്ന് ഇങ്ങോട്ട് വരെയാണ്. അപ്പോൾ ഇവിടെ ഇത് കോൾഡ് സൈഡ്, ഇത് ഹോട്ട് സൈഡ്, അതായത് നമ്മുടെ പ്രൈമറി സെക്ഷനിൽ വരുന്ന ഫാനിൻ്റെ സൈഡിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ പിന്നിന്ന് ഈ നാലാമത്തെ പിന്നിലാകുമ്പോഴത്തേക്കും അവിടെ 15 വോൾട്ട് എനേബിൾ ചെയ്യുന്ന സമയത്ത് ഈ നാലാമത്തെ പിന്നിൽ 15 വോൾട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു റെസിസ്റ്റൻസ് ഇട്ട് ഒരു റെസിസ്റ്റൻസും കൂടെ ഇട്ടിട്ട് പിന്നെ വരുന്നത് ഒരു കപ്പാസിറ്ററാണ്. ഇത് നമുക്ക് കൺട്രോൾ. അപ്പോൾ ഇതൊരു 4.7K, ഇത് 4.7K, ഇതൊരു 10K. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ വോൾട്ടേജ് ഡിവിഷനാണ് ഇവിടെ വരുന്ന വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് എത്ര മാത്രം വോൾട്ടേജ് കൂടുതൽ, അതായത് ഈ 15 വോൾട്ട് കയറി ഷോർട്ടായി വന്നു കഴിഞ്ഞാലും ഈ വോൾട്ടേജ് ഡിവിഷൻ ഇവിടുത്തെ ഈ വോൾട്ടേജിനെ ഡ്രോപ്പ് ചെയ്ത് ഇതിൻ്റെ മാക്സിമം വോൾട്ടേജിൽ കൊണ്ടുവന്ന് നിർത്തും. അതിന് മുകളിലോട്ട് ഇത് പോകത്തില്ല. അപ്പോൾ ഈ 15 വോൾട്ടിന് ഈ ഒരു വോൾട്ടേജ് ഡിവിഷനിൽ നോക്കിവിടെ നിൽക്കും. അപ്പോൾ നമുക്ക് എത്രത്തോളം ഒരു സപ്ലൈ ആണോ ഇവിടെ നിന്ന് ഇങ്ങനെ കടന്നു വരുന്നത്, അതിനനുസരിച്ചിട്ട് ഇവിടെ വേരിയേഷൻ ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമുക്ക് ഈ ഒരു 15 വോൾട്ട് ഷോർട്ടിങ് വന്നു കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് ഡിവിഷൻ്റെ മാക്സിമത്തിൽ വന്ന് ഇത് നിൽക്കും. പിന്നെ അതിന് മുകളിലോട്ട് പോകത്തില്ല. ഈ സർക്യൂട്ടിന്, ഈ ഒരു കൺട്രോൾ സർക്യൂട്ടിന് പ്രൊട്ടക്ഷനും ഉണ്ടാവും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സർക്യൂട്ട് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ പവർ ഓൺ ആയതിനു ശേഷം നമുക്കിവിടെ ഒരു 7 വോൾട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സൈഡിൽ നമുക്കിപ്പോഴും 0.023 വോൾട്ടേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു വോൾട്ടേജ് ഡിവിഷൻ സർക്യൂട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എല്ലാം കറക്റ്റാണോ എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഞാൻ വരച്ച ആ ഒരു സർക്യൂട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിന്ന് ഈ ഒരു ഒപ്റ്റോ കപ്ലറിൽ നിന്ന് നേരെ ഈ ഒരു റെസിസ്റ്റൻസ്, അവിടെ നിന്ന് നേരെ 2 റെസിസ്റ്റൻസ് ഇവിടെ വരും. ഒരെണ്ണം ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം ഈ ഒരു കപ്പാസിറ്ററിൽ വന്നിട്ട് നേരെ നമ്മുടെ ഈ ഒരു യെല്ലോ കളർ വയറിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ 3 റെസിസ്റ്ററും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടുത്തെ പ്രശ്നം പരിഹരിക്കാം. മൾട്ടിമീറ്റർ നമ്മൾ ഇപ്പോൾ ഓംസ് മോഡിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഓംസ് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്, ഓരോ റെസിസ്റ്റൻസിൻ്റെയും വാല്യൂ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ 10K റെസിസ്റ്റൻസ് വാല്യൂ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ 4.7 കാണിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ, അതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതല്ല 10K, ഇതാണ് 10K. ഇവിടെ 4.7K ആണ് വരുന്നത്, മാറിപ്പോയതാണ്. ഓക്കെ.
അപ്പോൾ ആ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്ന 4.7 വാല്യൂ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു 10Kയുടെ വാല്യൂ അത് അങ്ങനെ കൂടി മാറിക്കൊണ്ടിരിക്കുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കപ്പാസിറ്റർ കിടക്കുന്നത് കൊണ്ടിട്ടാണ് ഈ വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ റീഡിങ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസും കൂടെ ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് മെഗാ ഓംസിലാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു റെസിസ്റ്റൻസ് അതിൻ്റെ വാല്യൂ മെഗാ ഓംസിലാണ് കാണിക്കുന്നത്. നമുക്കിവിടെ വരേണ്ടത് 4.7K ആണ്. അപ്പോൾ നമുക്ക് പ്രശ്നമായിട്ട് വന്ന് കാണിച്ചിരിക്കുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ആണ്. ഈ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കിവിടെ 1 മെഗാ ഓംസിന് മുകളിലോട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ 4.7 ഓംസും കാണിക്കുന്നില്ല. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് ഇളക്കി എടുത്തിട്ട് നമുക്കൊന്ന് വെളിയിൽ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു റെസിസ്റ്റൻസ് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളർ കോഡ് എന്ന് പറയുന്നത് യെല്ലോ ബ്ലൂ റെഡ് എന്നുള്ള കളർ കോഡാണ് ഇതിനകത്ത് വരുന്നത്. 4.7K. ഓക്കെ, നമുക്കത് പുറത്ത് വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് വാല്യൂ ഒന്നും കാണിക്കുന്നില്ല, ഒരു വാല്യൂ കാണിക്കുന്നില്ല. വേറൊരു പുതിയ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ഇതും യെല്ലോ ബ്ലൂ റെഡ് എന്നുള്ള. നമുക്ക് ഇതിൻ്റെ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 4.5 കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ട് ഒന്നും കൂടെ ഓൺ ചെയ്ത് ആ മോട്ടർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു പുതിയ 4.7K റെസിസ്റ്റൻസ് പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതൊന്ന് ഓൺ ചെയ്ത് ഈ ഫാൻ മോട്ടർ കറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഇപ്പം ഇവിടെ ഫാൻ മോട്ടർ സ്പിന്നായി തുടങ്ങി. കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ ഫാൻ മോട്ടർ കറക്റ്റായിട്ട് സ്പിന്നായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ DC മോട്ടറിൽ നമുക്ക് ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇതേ കണക്ക് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജുകൾ ചെക്ക് ചെയ്തിട്ട് 1 by 1 ആയിട്ട് ഇതേ കണക്ക് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏത് കമ്പോണൻ്റാണോ പോയിരിക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ച് ഇതേപോലുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.